എങ്ങോട്ടും കയറാൻ 2.5 ലക്ഷം രൂപ അടിപൊളി ബൊലേറോ കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. 2.5 ലക്ഷം രൂപ വെറും 2.5 ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഈ വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ്, ചെറിയ മുടക്കിൽ ഇറക്കാൻ വന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതും 19,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഒക്കെ ഓടിയ വാഹനമാണ്. 7,20,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്തു. ഒരു രൂപ മുടക്കണ്ട. ഡീസൽ ഒരു 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലിമിറ്റഡ് വരുന്ന വാഹനം കൊണ്ടുപോകാം. വിത്ത് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം ഫുള്ള് ലോണും ചെയ്യാം. അതെ, 1.5 ലക്ഷം രൂപയ്ക്ക് 2007 വണ്ടി കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. പ്രോപ്പർ സർവീസ്, പീരിയോഡിക് സർവീസും ഷോറൂമിൽ നിന്ന് പോയിട്ടുള്ള വാഹനം 7,20,000 രൂപക്ക് ഫുള്ള് ലോൺ ചെയ്തു. 3 കൊല്ലത്തേക്ക് ഫുള്ള് ലോൺ ചെയ്തു. 3,25,000 രൂപ കൊടുക്കാം. 14 മോഡല് 15 റൈസർ വരുന്ന ഒറിജിനൽ കേരള സണ്ണി കൊടുക്കാം. അപ്പോ നമ്മളങ്ങനെ വീണ്ടും വണ്ടൂരുള്ള RB മോട്ടോഴ്സിലെ വീണ്ടെത്തിയിട്ടുണ്ട്. 2 എപ്പിസോഡ് ചെയ്തു. ലാസ്റ്റത്തെ 3ാമത്തെ എപ്പിസോഡാണ്. 3ാമത്തെ എപ്പിസോഡിൽ ഏകദേശം ഒരു 10-20ഓളം വണ്ടികൾ കേട്ടോ. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടി എന്നുള്ള അടിപൊളി ഷോറൂമാണ്. മാക്സിമം ലോണ്, ക്യാഷ് ബാക്ക് വണ്ടികളാണ്. നമ്മളെ കൂടുതൽ സമീർ ഭായ് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ ഒരു 800 മീറ്റർ പോന്നു കഴിഞ്ഞാൽ വ്യാപാരി ഭവൻ റോഡ് ഉണ്ട്. റിലയൻസിന്റെ തൊട്ട് ചാരി, റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി ഒരു 200 മീറ്റർ പോന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ. അപ്പോ ഒരു 10-20 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൽ തന്നെ 90% വാഹനങ്ങളും ഫുള്ള് ലോൺ കയറുന്ന വാഹനങ്ങളാണ്. സിബിൽ സ്കോർ ഉള്ള ആളുകളാണെങ്കിൽ ഇൻകം പ്രൂഫ് നമുക്ക് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. ഈ സിബിൽ സ്കോർ അടിസ്ഥാനമായിട്ടാണ് ലോൺ കിട്ടുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ 6.7 വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹെഡ് ഓഫീസിൽ നമ്മൾ അപ്രൂവൽ എടുക്കുന്ന ഫുള്ള് എല്ലാ കാര്യവും പെട്ടെന്ന് അപ്രൂവൽ ആവും. സ്പോട്ട് അപ്രൂവൽ ഒക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ചെറിയ വാഹനങ്ങൾ എടുക്കില്ല, മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ കറക്റ്റ് അറിയാതെ പോയി വണ്ടി എടുക്കാൻ പാടില്ല. എന്തായാലും 2 അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു വാഹനത്തിന്റെ ലോൺ എടുക്കുന്ന വണ്ടിയുടെ മാർക്കറ്റ് റേറ്റിന്റെ 90% വണ്ടിക്ക് ലോൺ കൊടുക്കുക. മാക്സിമം നമ്മൾ എടുക്കുന്നത് ആ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് അതിന്റെ ശതമാനം കണക്ക് കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുക. എടുക്കുന്ന കസ്റ്റമർക്ക് അത് ഇനി അടുത്ത പ്രാവശ്യം വിൽക്കുമ്പോഴും ഭീമമായൊരു ഡിപ്രിസിയേഷൻ വരുന്നില്ല, പറ്റ കുറവ് വരുന്നില്ല. നമ്മൾ ചെറിയ മോഡൽ വരുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ 1-1.25 വണ്ടികൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ വണ്ടികളുള്ളൂ സ്റ്റോക്ക്. അപ്പൊ പരമാവധി ഉപയോഗപ്പെടുത്തുക. പെട്ടെന്ന് സെയിൽ ചെയ്യുന്ന വണ്ടികളാണത്, ചെറു വണ്ടികൾ. കാരണം നമ്മുടെ കയ്യിൽ അധിക വാഹനങ്ങളും മോഡൽ കൂടിയത് 18, 20, 21, 22 അതിന്റെ കൂട്ടത്തിലൊക്കെ 10, 12, 11 എക്സ്ചേഞ്ചിൽ വരുമ്പോ മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ നമ്മള് പർച്ചേസിംഗ് മോഡൽ കൂടിയ വണ്ടികൾ മാത്രമേ. പിന്നെ 1.5 ലക്ഷം മുതലാണ് ടവേരകൾ സ്റ്റാർട്ടിംഗ്. 8 സീറ്റ് 10 സീറ്റ് വണ്ടികള് 2.5 ലക്ഷം രൂപയ്ക്ക് ക്രെറ്റകൾ ഒരു 4-5 ഉണ്ട്, 3-4 ഉണ്ടല്ലോ അല്ലെ. ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പൊ നമുക്കൊക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലേക്ക് കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. അപ്പൊ നേരം വീഡിയോയിലേക്ക് പോകാം. സമീർ ഭായ്, അപ്പൊ നമ്മളെ 3ാമത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി സെലേറിയോ ചെറിയ കായ് കൊടുക്കാൻ വേണ്ടി സീറോ ഡൗൺ പേയ്മെന്റ്, ചെറിയ മുടക്കിൽ ഇറക്കാൻ വന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതും 19,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഒക്കെ ഓടിയ വാഹനമാണ് ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ZXi എന്നുള്ള ഓപ്ഷൻ ആണ്. കമ്പനി സർവീസ് ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവൽ ആണ്. 2020 ഡെലിവറി, 20 റൈസർ, 19 മാനുഫാക്ചർ വരുന്ന ZXi വരുന്ന വാഹനം കേട്ടോ. 20-ലാണ് വണ്ടി ഡെലിവറിയും 20-ലാണ് റൈസറും വരുന്നത്. 19,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ZXi എന്നുള്ള വേരിയന്റ് ആകുമ്പോൾ എയർ ബാഗ്, ഒരു ABS കാര്യങ്ങളൊക്കെ വരും. നല്ല ഇത് കമ്പനി സീറ്റ്, കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന കേട്ടോ. അത് ബാക്ക് വൈപ്പർ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ സെലേറിയോ എക്സ് എന്നുള്ളൊരു സ്പെഷ്യൽ എഡിഷൻ വരുന്ന വാഹനമാണ്. റൂഫ് റെയില് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഫിറ്റഡ് വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വിത്ത് കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനത്തിൽ നിന്ന് 4.5 ലക്ഷം രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 20 റൈസർ വരുന്ന വാഹനം 4.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്യാം. ഡൗൺ പേയ്മെന്റിൽ 1 രൂപ മുടക്കില്ലാതെ വണ്ടി ഇറക്കി പെട്രോൾ ഒരു 18 കിലോമീറ്റർ 20 കിലോമീറ്ററിന്റെ അകത്ത് മൈലേജ് കിട്ടുന്ന
അടിപൊളി സാലറി ആണ്. ലോ കിലോമീറ്റർ വണ്ടി, ലോ കിലോമീറ്റർ വാഹനം. ഇത് ഡീസലാണ്. WRV സൺറൂഫ് വരുന്ന VX വരുന്ന വാഹനം, ഡീസൽ VX ആണ്. VX വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടും. അതായത് ഡീസലില് മൈലേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ WRV ഹോണ്ട സിറ്റി ഒക്കെ ആ കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ഫുള്ള് കമ്പനി സർവീസ്, A to Z ഷോറൂം സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം. പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി. കൂടാതെ ഞാൻ ക്ലച്ചിന്റെ കാര്യം, റിലീസ് ബെയറിംഗിന് ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ റിലീസ് ബെയറിംഗ് മാറാൻ വേണ്ടി ഊരിയപ്പോ ക്ലച്ച് ഡിസ്ക് മാറി, അതിന്റെ സകല ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ് വാഹനം. നീറ്റ് വണ്ടില്ലേ? വണ്ടി. അതായത് സൺറൂഫ് വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, അലോയ് വീൽ വരും, എയർ ബാഗ്, ABS, വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഒരു വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എണ്ണ അടിച്ചോടെ മാത്രം മതി. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തില് ഞാൻ അതിന്റെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളും അതും മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് മാറാത്ത വെച്ചാൽ അടുത്ത വർഷം മാറിയാൽ മതി, അത് അടുത്ത സർവീസിൽ മാറിയാൽ മതി എന്നുള്ള ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ മാറിയത് ഒന്നും നോക്കിയില്ല. ആ നല്ല അടിപൊളി നമ്പറും ഉണ്ട്. നമുക്ക് 8 ലക്ഷം രൂപ വില ഇട്ടിട്ടുള്ള വാഹനമാണ്. 8 ലക്ഷം രൂപ ചോദിക്കുന്ന വാഹനം 7.5 ലക്ഷം രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള WRV സൺറൂഫ് വരുന്ന വാഹനം കൊണ്ടുപോകാം. ഫുള്ള് ലോണല്ല, 50,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. വണ്ടിന്റെ കൂട്ടത്തിൽ 50,000 രൂപ അങ്ങോട്ടും കൊടുക്കാം. നല്ലൊരു ഓഫറാണ്, ബെസ്റ്റ് ഓഫറാണ്. റീപ്ലേസ് ഉള്ള വണ്ടിയല്ല, നല്ല വണ്ടി എടുത്തിട്ട് പോന്നാൽ മതി. ഫുൾ കമ്പനി സ്റ്റർ ഉള്ള വാഹനം. അടുത്തോണ്ടല്ല അടിപൊളി കോമ്പസുകളല്ലേ? 3 കോമ്പസ് ഉണ്ടല്ലോ. സിൽവർ കളറ്, 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനം. 1,09,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കും. KL 39 രജിസ്ട്രേഷൻ വരുന്ന, ലോഞ്ചിറ്റ്യൂഡിൽ ഓപ്ഷനിൽ വരുന്ന വാഹനം. ഓപ്ഷനിൽ വരുന്ന, അതായത് നിങ്ങൾക്ക് പ്രൊജക്ടർ ലാമ്പ്, DRL, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനമാണ്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഉൾഭാഗവും കാര്യങ്ങളൊക്കെ പക്കാ കണ്ടീഷൻ, എക്സ്ട്രാ കണ്ടീഷൻ നീറ്റ് വണ്ടിയാണ്. അടിപൊളി വണ്ടി. ഇത് നമുക്ക് 11 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 11 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് 11 ലക്ഷം ലോൺ ചെയ്യാം. ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ITR ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു 9,90,000 വരെ നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ? പ്രൊഫൈൽ പറഞ്ഞില്ലേ? അതെ, ഈ 10 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യണമെങ്കിൽ ITR ഫയൽ ചെയ്യണം. ITR ഫയൽ ചെയ്യാത്ത ബാങ്കുകളുണ്ട്, അവരാകുമ്പോ അതിന്റെ ഇൻട്രസ്റ്റിൽ ചെറിയ വ്യത്യാസം വരും. ഏറ്റവും നല്ലത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം കുറഞ്ഞതാകുമ്പോൾ അത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക്. ഇതും അതേമാതിരി കോമ്പസ് ആണ്. ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ലിമിറ്റഡ് പ്ലസില് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ആണ്. ലിമിറ്റഡ് പ്ലസില് ഡുവൽ ടൂൺ വരുന്ന വേരിയന്റ്, ബ്ലാക്ക്. അത് നമുക്ക് 2017 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 1.25 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്, ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ക്ലെയിമും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല, ഒരു പരിപാടി. വണ്ടി നമുക്ക് 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപ കൊടുക്കാം ഈ വാഹനം കൊടുക്കാൻ പറ്റും. അതിൽ 12 ലക്ഷവും ലോൺ ചെയ്യാം. ഫുള്ള് ലോൺ ചെയ്യാം. അതെ, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന കോമ്പസ് ആണ്. 2017 ലിമിറ്റഡ് വരുന്ന വാഹനം, അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. മാക്സിമം ലോണല്ലേ? ഫുള്ള് ലോണില്ല. അതായത് വീണ്ടും കോമ്പസ് തന്നെയാണ്. ഇത് റെഡ് കളറ് ലിമിറ്റഡ് വണ്ടി, ലിമിറ്റഡ് ആണ് വരുന്നത്. 2017 ആണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. കമ്പനി സർവീസ് ആണ്. 1.20 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. റെഡ് കളർ എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. വണ്ടിയില് നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ലെതർ സീറ്റ് കാര്യങ്ങള്, പുഷ് ബട്ടണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ തൊട്ട് താഴെ, അതിന്റെ മുകളിൽ ഡുവൽ ടൂൾ വരുന്നുണ്ട്. അത് ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരും, പക്ഷെ കളർ സിംഗിൾ കളർ ആയിരിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് നമുക്ക് 11.5 രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 11.5 രൂപക്ക് റെഡ് കളറ്, അതും ലിമിറ്റഡ് വരുന്ന വാഹനം കൊണ്ടുപോകാം. വിത്ത് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം. ഫുള്ള് ലോണും ചെയ്യാം. അതെ, ഫുള്ള്. ITR ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു ക്യാഷ് ബാക്കിലും ഈ ഒരു വാഹനം കൊണ്ടുപോകട്ടെ, കൊണ്ടുപോകാം. ഇനി ടാക്സിയിലാണല്ലോ. ഇത് ടാക്സിയിലുള്ള ആളുകളെ നോക്കുമ്പോ
ടാക്സി വാഹനങ്ങൾക്ക് ഫുൾ ഓൺ പ്രയാസമാണ് കിട്ടുന്നത്, കുറച്ച് മുടക്കേണ്ടി വരും. ഈ വാഹനത്തിന് നമുക്ക് പ്രൈവറ്റ് ആണ് ഈ 8.5-9 ലക്ഷം രൂപന്റെ മുകളിൽ മാർക്കറ്റ് വരുന്ന വാഹനമാണ്. 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ല, 1.4 വരുന്ന ഓപ്ഷനാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, എയർ ബാഗ്, ABS, മിറർ, ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന അല്ല, സിംഗിൾ കളറാണ് വരുന്നത്. ന്യൂ ഷേപ്പിൽ വരുന്ന ക്രെറ്റയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 ടയറും ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന 4 ടയറുകളുണ്ട്. വേറെ റീപ്ലേസ് അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ടാക്സി ആണെങ്കിൽ ഇത് എയർപോർട്ട് ടാക്സി ആട്ടോ, സാധാരണ നമ്മള് ഓടുന്ന ടാക്സി അല്ല, എയർപോർട്ട് ടാക്സിയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. എറണാകുളത്ത് നമ്മള് എറണാകുളം എയർപോർട്ടിൽ ടാക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എയർപോർട്ട് ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടിയായിരുന്നു. 5 കൊല്ലം ആ ഒരു പെർമിറ്റ് കിട്ടുള്ളൂ. ആ പെർമിറ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കരിപ്പൂരൊക്കെ പെർമിറ്റ് കിട്ടണമെങ്കിൽ 38 ലക്ഷം 40 ലക്ഷം രൂപ കൊടുത്ത് പെർമിറ്റ് വാങ്ങുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇന്ന് വരെയും ഒരു സർവീസും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വാഹനം. ഇത് നമുക്ക് ഇന്ന് 18 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, വേറെ ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ ബമ്പർ ഇൻഷുറൻസ് അടക്കം വന്നിട്ടുള്ള ഈ ഒരു വാഹനത്തിന് ഇന്ന് ലൈഫ് ടാക്സ് ഉള്ള വാഹനമാണ്. 26 വരെ പേപ്പറും ഉണ്ട്, എല്ലാ പേപ്പറും ലൈഫ് ടാക്സും ഉണ്ട്. നമുക്ക് 690 കൊടുക്കാം, 690 കൊടുക്കാം. 6 ലക്ഷം വരെ ലോണും ചെയ്യാം. 90 മുടക്കേണ്ടി വരും. അതായത് അതാ പറഞ്ഞ നമ്മള് ടാക്സി എമൗണ്ട് വണ്ടികൾ നിങ്ങൾക്ക് ഫുള്ളി ലോൺ കിട്ടൂല, എമൗണ്ട് മുടക്കേണ്ടി വരും. അടുത്തോണ്ട് നല്ല അടിപൊളി ടാറ്റന്റെ നെക്സോണില് ന്യൂ ഷേപ്പ് വരുന്നതാണ്. നമ്മള് നേരത്തെ 2 വണ്ടികൾ കാണിച്ചതും ഓൾഡ് ഷേപ്പ് ആണ്. ഇത് നമുക്ക് നെക്സോണില് ന്യൂ മോഡൽ വരുന്ന നെക്സോൺ. ഇത് കഴിഞ്ഞിട്ടും രൂപങ്ങൾ ഒരുപാട് മാറി. ഇത് ഡീസൽ ആണ് കേട്ടോ. സാധാരണ നെക്സോൺ പെട്രോളില് നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ 15, 18 ആ റേഞ്ചിലൊക്കെ കിട്ടുമ്പോ ഇത് 24, 23 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന നല്ല മൈലേജ് ഉള്ള വാഹനം. അതും 2-3 മോഡുകൾ ഉണ്ട്, സിറ്റി മോഡ്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, മോഡൊക്കെ വരുന്ന വാഹനമാണ്. ഡീസൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വിത്ത് കമ്പനി ഹിസ്റ്ററി, എല്ലാ സർവീസും ഷോറൂമിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കുമ്പോ കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് സമാധാനത്തോടെ എടുത്താൽ മതി. വേറെ റീപ്ലേസ് ആയിട്ടോ വേറെ ഒന്നും വാഹനത്തിലില്ല. SM എന്നുള്ള വേരിയന്റ്, അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS, എല്ലാം സ്റ്റിയറിംഗ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, എല്ലാ ഭാഗം വരുന്ന വാഹനമാണ്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു വാഹനം നമുക്ക് 2011 മാസം കേട്ടോ, 2020 11 മാസം വരുന്ന നെക്സോണ്, ഡീസൽ എഞ്ചിന്, സിംഗിൾ ഓണർഷിപ്പ്. ഈ ഒരു വാഹനം 7,20,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്തു, 1 രൂപ മുടക്കണ്ട. ഡീസൽ ഒരു 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി XUV നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നെക്സോൺ. ഡീസൽ, ന്യൂ മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. അതെ, നല്ല മൈലേജ് ഉള്ള. അതെ അതെ. അടുത്ത നല്ല അടിപൊളി ക്രെറ്റ ഉള്ളതാലേ. ക്രെറ്റ ഓട്ടോമാറ്റിക് ആട്ടത്. ക്രെറ്റ പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂഫ് വരെ വരുന്ന ഓപ്ഷണൽ വരുന്ന വാഹനം. KL 1777 എന്നുള്ള നമ്പറുണ്ട്. ഇത് ടോപ്പ് വേരിയന്റ് ആണ്. 1.6 XX വരുന്ന ഓപ്ഷനിൽ വരുന്ന വാഹനം. ഇതിന്റെ മുകളിൽ ഇനി ഓപ്ഷൻ വന്നിട്ടില്ല. പെട്രോൾ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനമാണ്. അന്ന് ഈ വണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം 21 ലക്ഷം രൂപയുടെ അടുത്ത്, 20-21 ലക്ഷം രൂപയുടെ അടുത്ത് വില വന്നിട്ടുണ്ട്. ഇന്ന് ഈ വാഹനം നമുക്ക് 10.5 ലക്ഷം രൂപ വില ഇട്ട വാഹനമാണ്. 10 ലക്ഷം രൂപ. അത് നമുക്ക് 10 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 50,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 10 ലക്ഷം രൂപ. ഇനി നിങ്ങൾക്ക് ഒരു IT ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ 12 ലക്ഷം വരെ ലോണും ചെയ്യാം. ഇനി അതല്ല ITR ഇല്ലാത്ത ആളാണെങ്കിലും ഫുള്ള് ലോണിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വരെ നിർബന്ധമായിട്ടും ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വാഹനമാണ്. 18 സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക്, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ലാഗോ പെർഫോമൻസോ പക്ക പെർഫോമൻസ് ആയിരിക്കും. ലാഗിംഗ് ഒന്നും ഒരു അയലത്തൂടെ പോകില്ല. 80 ഗിയർ ബോക്സ് ആണ്. പ്രൊജക്ടർ ലാമ്പ്, ഇതൊക്കെ ന്യൂ മോഡലാണ് വരിക. ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി വരുന്ന സൺറൂഫ് വരെ കിട്ടും. സൺറൂഫ് വരെ വരുന്ന വാഹനമാണ്. വെറും 10 ലക്ഷം രൂപക്ക് കൊണ്ടുപോകാം. അടുത്തോണ്ട് വീണ്ടും ക്രെറ്റ. ഇതും ക്രെറ്റയില് ഡീസൽ ആണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ. ഇത് സെക്കൻഡ് ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് 3rd, 4th, 5th ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് 15 ആണ് മോഡല്.
മോഡലാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയാണ്. ഇപ്പൊ 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 പുതിയ ടയർ ഉണ്ട്. അതെ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. ഈ ഒരു വാഹനം നമുക്ക് 7,20,000 രൂപ കൊടുക്കാം. 7,20,000 രൂപ കൊടുക്കാം. അതും KL7 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള 1.5 ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഫുള്ള് സർവീസ് ഉണ്ട് ഷോറൂമിൽ നിന്ന് സർവീസും ഇല്ല. 24 വരെയും കമ്പനി ഹിസ്റ്ററിന്റെ എല്ലാ പ്രോപ്പർ സർവീസ്, പീരിയോഡിക് സർവീസും ഷോറൂമിൽ നിന്ന് പോയിട്ടുള്ള വാഹനം 7,20,000 രൂപയ്ക്ക് ഫുള്ള് ലോൺ ചെയ്തു. 3 കൊല്ലത്തേക്ക് ഫുള്ള് ലോൺ ചെയ്തു. അടിപൊളി വണ്ടി. മൈലേജ് ഉണ്ട് അത്യാവശ്യം. 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും. 1.6 XX വരുന്ന വാഹനമാണ്. അലോയില് എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ കാര്യങ്ങൾ, റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അടിപൊളി ഇന്നോവ ക്രിസ്റ്റ. ഇതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഒറിജിനൽ പക്ക കേരള വാഹനമാണ്. ഇസഡ് മാനുവല്, അതായത് മാനുവലാണ്. 9,000 നമ്പറില് 9,000 അല്ല 900 നമ്പറാണ്. അതെ, 2017 മോഡല് ഇസഡ് മാനുവല് സിംഗിൾ ഓണർഷിപ്പ്. 10 എയർ ബാഗ് വരുന്നേ. 10 എയർ ബാഗ് വരും. എല്ലാരും അഭിപ്രായം സെഡിലൊക്കെ വ്യത്യാസം ഒരുപാട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ആളുകൾ. ഒരു കണ്ടമാനം വ്യത്യാസങ്ങളുണ്ട്. അത് അറിയാത്ത ആളുകൾക്കാണ്. അല്ലാതെ കമ്പനിയിൽ ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ഇത് സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ വരും. അടിമുടി വ്യത്യാസം ഉണ്ടാവും വണ്ടിയിൽ. ഫുള്ള് വ്യത്യാസങ്ങളാണ്. അതായത് ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി 2 ലക്ഷം രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടും. അതല്ല, നിങ്ങൾ ITR ചെയ്യാത്ത ആളാണെങ്കിൽ, സാധാരണ ഒരു നോർമൽ കസ്റ്റമർ ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ 2 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറിജിനൽ കേരള വാഹനം ഇന്നോവ നിങ്ങൾക്ക് കൊടുക്കാം. ക്രിസ്റ്റ കൊടുക്കാം. ക്രിസ്റ്റ അത് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ്. ഫുള്ള് ഇപ്പോഴും B2B ഇൻഷുറൻസ് നിലവിലുള്ള വാഹനമാണ്. നിലവിൽ B2B ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് Z ആണ്. വേറെ ഒരു കുഴപ്പമില്ല. വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി, സർവീസ് ഉള്ള വാഹനമാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്നോവ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം വരെ ഒരു കുഴപ്പമില്ലാതെ വിത്ത് കമ്പനി സർവീസ് ഉള്ള വാഹനം. ഇത് 17,90,000 രൂപക്ക് 17 ലാസ്റ്റ് മോഡൽ ക്രിസ്റ്റ കൊടുക്കാം. 17,90,000 നമ്പർ ആയതല്ല, NOC-യിലല്ല. ഇവിടെ കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി സർവീസ് ഉള്ള. 14 കിലോമീറ്ററിന് മുകളിൽ 14 വരെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്തോണ്ടല്ല അടിപൊളി XV500 2012 500 ആണ്. W8 ആണ്. നിലവില് 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് നിലവിൽ. 3rd ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ഇൻഷുറൻസ് പുതിയത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. 4,90,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാം. 4,90,000 W8 ക്ലെയിം ഇല്ലാത്ത വണ്ടി, കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം കൊടുക്കാൻ പറ്റും. 2012 ആണെന്നെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ഫ്രണ്ട് ഗ്ലാസ് മാറുക, ബാക്ക് ഗ്ലാസ് മാറുക, അങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ല. W8 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് ഓപ്ഷൻ വരും. 8 എയർ ബാഗ് അടക്കം വരുന്ന വാഹനമാണ്. അലോയില്, ബാക്ക് വൈപ്പർ, സ്റ്റാരിംഗ് കൺട്രോള്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, DRL ഒക്കെ വരും. എല്ലാ കാര്യങ്ങളും വരുന്ന വാഹനം. നമുക്ക് 4,90,000 രൂപയിൽ 4 ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ വെറും 19,000-90,000 മുടക്കില് W8 ഓപ്ഷൻ കേരള വണ്ടി കൊടുക്കാം. അതെ, അതെ. ഡീസൽ ആകുമ്പോ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അല്ല, 20 അല്ല, 12 to 14. 12 to 14 വരെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടുമല്ലോ. അതെ. അടുത്തുണ്ടല്ലോ അടിപൊളി ബ്രസ് ആയിക്കോട്ടെ. ബ്രസ ZXi വരുന്ന വാഹനമാണ്. 20 നവംബർ 11 മാസം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വിത്ത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ZXiന്റെ കൂട്ടത്തില് ഈ വാഹനത്തിൽ 1 ലക്ഷം രൂപന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡ് ക്യാം, അതുപോലെ തന്നെ റെക്കോർഡിക്കലി ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, അതുപോലെ തന്നെ ലെതർ സീറ്റ്, ഫുൾ കണ്ടീഷനുള്ള വണ്ടി. ഒന്നും ചെയ്യാല്ല. എടുക്കുന്ന കസ്റ്റമർക്കാണെങ്കിലും എണ്ണ അടിച്ചോടെ മാത്രം ഓയിൽ സർവീസ് പോലും പെൻഡിങ് ഇല്ലാത്തൊരു വാഹനമാണ് ഈ വാഹനം. നമുക്ക് 8
8,50,000 നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 8,25,000 രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. ZXi ആകുമ്പോൾ എല്ലാ ഓപ്ഷനും വരും. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, അലോയ്, ടച്ച് സ്ക്രീൻ, പ്രൊജക്ടർ, ലാമ്പ്, കാര്യം ഫോഗ് ലാമ്പ് വരെ പ്രൊജക്ടറാണ് വരിക. അതെ, ആ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 8,25,000 രൂപക്ക് കൊടുക്കാം. 9.5 ലക്ഷം വരെ ലോൺ. 9.5 ലക്ഷം, 1 ലക്ഷത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വേറെ കിട്ടുമല്ലോ. പെട്രോൾ ആണ്. പെട്രോൾ 12 to 15 ആ ലെവലില് മൈലേജ് ലോങ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. നല്ല ഹൈവേ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. സാധാരണ ലോക്കൽ ഓട്ടത്തിന് ഒരു 15 ആ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. കമ്പനി സർവീസ് മാത്രം പോകുന്ന വണ്ടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട. അടുത്തോണ്ടല്ല അടിപൊളി ക്രെറ്റ. ബ്ലാക്ക്, വീണ്ടും ബ്ലാക്ക് ക്രെറ്റ. ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുള്ള 2050. അതും XX ഓപ്ഷനല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസലിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി, ബ്ലാക്ക് കളർ. ഓക്കെ, അലവിലൊക്കെ ചോപ്പിച്ചോണ്ട് അത് അലവിലൊക്കെ ഒന്ന് ലിഫ്റ്റ് കിട്ടുന്നു. അതെ, സുന്ദരിയാക്കിയാണ്. റീപ്ലേസുകളൊന്നും ഡിക്കി റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ഗ്ലാസുകളൊന്നും റീപ്ലേസ് ഇല്ല. കമ്പനി തന്നെ റീപ്ലേസ് ഉള്ള ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോന്നാൽ മതി. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വരുന്ന വാഹനം. ഇത് നമ്മള് 9 ലക്ഷമാണ് ചോദിക്കുന്നത്. 9 ലക്ഷം രൂപയിൽ 10 ലക്ഷം വരെ ലോണും ചെയ്യാം. 10 ലക്ഷം ലോണും ചെയ്യാം. ഇനി ITR ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ 11.5 ലക്ഷം വരെ ലോണും ചെയ്യാം. മാക്സിമം ലോൺ എങ്ങനെ പോയാലും ക്യാഷ് ബാക്ക് എല്ലാം ഉണ്ടല്ലോ. 1 ലക്ഷം, 1.5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ITR ഇല്ലാതെ സാധാരണ നോർമൽ കസ്റ്റമർ ആണെങ്കിലും 1 ലക്ഷം വരെ നമുക്ക് ക്യാഷ് ബാക്ക് കൂടെയാണ് കൊണ്ടുപോവാ. 5-6 മാസത്തിന്റെ അടവിനും പ്രതീക്ഷ. അടുത്തോണ്ട് നല്ല അടിപൊളി നിസാൻ ടറാനാണല്ലോ. ടറാന ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ടെറർ വണ്ടി. ഡീസൽ 85 17 മോഡല്, 17 ലാസ്റ്റ് മോഡൽ വരുന്ന സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ കൂടി വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് നമുക്ക് എടുത്തു കൊടുക്കും. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 17 ലാസ്റ്റ് ആണ്. 85 ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. 85 ഫുൾ ഓപ്ഷൻ ആണ്. അത് നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഉണ്ട്. അതെ, ഇത് കമ്പനി കമ്പനി ഫുൾ കമ്പനി റീപ്ലേസ് ഇല്ല. വണ്ടിയിൽ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടിക്ക് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടി. അതും 85 ആണ്. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഇനി ഒരു 4-5 വണ്ടി കൂടി ഉണ്ട് നമുക്ക് പുറത്ത് കാണിക്കാൻ. കാണിച്ചു കൊടുക്കാം. നിങ്ങൾ വിളിച്ചോളൂ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങളും നമുക്ക് പുതിയൊരു ഷോറൂം വമ്പം വീഡിയോ ആയിട്ട് ഓഫർ വീഡിയോ ആയിട്ട് പുതിയ ഷോറൂം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കിലാണ്. അതാണ് കുറച്ച് 1 മാസമൊക്കെ ഡിലേ ആയത് നമ്മള് വീഡിയോ. ഒന്നും പേടിക്കണ്ട, നല്ല ഗംഭീര ഓഫർ. വെടിക്കെട്ട് ഓഫറിലേക്ക് അടുത്ത ഷോറൂമിൽ എന്തായാലും 1 മാസം 1.5 മാസം കൊണ്ട് ഫുൾ ഷോപ്പ് ഓപ്പൺ ആവും അല്ലേ സമീർ ഭായി? അപ്പൊ അടുത്തോണ്ടല്ല അടിപൊളി ബൊലേറോ ബെൻസ് ആണല്ലേ? ജീവാഗണല്ലോ. ജീവാഗണല്ല, ഇത് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത വണ്ടിയാണ്. അടിപൊളി വണ്ടിയിലെ ആ പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് ഇത് അടുത്ത 3-ാം മാസം 4-ാം മാസം ഇങ്ങനെ ടെസ്റ്റ് വരുന്നത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്താണ് കൊടുക്കും. 5 കൊല്ലത്തേക്ക് ഇനി പേപ്പർ ഇല്ലാത്ത പേടി പേടിക്കുന്നത്. ഇതൊക്കെ കസ്റ്റമർ നേരത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ വിളിച്ചിരുന്നത് പേപ്പർ കിട്ടും എന്നൊക്കെ. ഈ 25 ആകെ കാത്തിക്കായിരുന്നു ഞാൻ പേപ്പർ എടുത്തു കൊടുക്കാൻ. പുതിയ പേപ്പർ എടുത്തിട്ട് 5 കൊല്ലത്തേക്ക് പേപ്പർ എടുത്തിട്ട് തരും. 5 കൊല്ലത്തേക്ക് ടാക്സ്, ഇൻഷുറൻസ്, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ ക്ലിയർ ആയിട്ട് 4.25 ലക്ഷം രൂപകളും കൊടുക്കാൻ പറ്റും. 2010 മോഡല് DI ടെർബോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ കമ്പനി വരുന്ന ഫിറ്റിംഗ്സ് ഇറങ്ങിയല്ലോ. ഒരു 3-3.5 ലക്ഷം 4 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ടയറും വീലും എല്ലാം അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം. അത് വാട്ടർ ചാനലിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പേരും പേടിക്കണ്ട. നമുക്ക് 2010 AC വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. AC
പവർ സ്റ്റാരിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. 7 സീറ്റ് വണ്ടിയിലെ 7 സീറ്റർ വണ്ടി. അത് അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഒക്കെ ഓഫ് റോഡ് ബമ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീല് ഡ്രം കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി. ഒക്കെ ഇരുമ്പാണല്ലേ? ഇരുമ്പാണ്, ഒക്കെ ഇരുമ്പാണ്. ഈ ഒരു വാഹനം 4.25 നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. റെഡി ലോൺ കയറൂല, പേയ്മെന്റിന് കൊടുക്കാം. എത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ? ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയ ബാറ്ററി ഉണ്ട്, ടയർ ഉണ്ട് പുതിയത്, എല്ലാം ഉണ്ട്. 5 ടയറും പുതിയതാണ്. 5 ടയറും അടുത്തുള്ള അടിപൊളി ഇന്നോവ. ഈ പാർക്ക് ആൻഡ് സെയിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. 2014 മോഡല്, 15 ഡെലിവറി 15 രജിസ്റ്റർ, 15 ഡെലിവറി 15 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒറിജിനൽ കേരള വാഹനം ഇന്നോവ എന്നത് G4 ആണ്. എന്നിരുന്നാലും ഈ വണ്ടിയിൽ ഇപ്പോ ക്രിസ്റ്റന്റെ അലൈവിയില് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന കൂടെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാരിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ 7 സീറ്റ് വരുന്ന കേരള വാഹനമാണ്. 14 മോഡല് ക്രിസ്റ്റന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2014 മാനുഫാക്ചർ, 15 ഡെലിവറി 15 രജിസ്റ്റർ, 2555. അതെ. ഈ വണ്ടി നമുക്ക് 8.25 ലക്ഷം രൂപയാണ് വണ്ടിയുടെ റേറ്റ്. 8.25 ലക്ഷം രൂപയിൽ 8.25 ലക്ഷം രൂപ ലോൺ ചെയ്യും. 8 ലക്ഷം വരെ ലോൺ ചെയ്യും. ലോൺ കയറും. 10,000 മുടക്കിലുള്ള അടിപൊളി കേരള ഇന്നോവ, അതും സെഡിന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1 ലക്ഷത്തിന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം ഗ്യാരണ്ടി. 12 മൈലേജും കിട്ടും. 12 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ. അടുത്തുണ്ടല്ലോ അടിപൊളി സണ്ണി ആണല്ലോ. നിസാൻ സണ്ണി XV പ്രീമിയം ന്യൂ മോഡലില് വരുന്ന വാഹനം. അതുപോലെ തന്നെ ഡീസലാണ്. ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. 14 മോഡല് 15 രജിസ്റ്റർ വരുന്ന സണ്ണി നമുക്ക് അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിന് പഞ്ചറായിട്ട് മാറ്റിയിട്ടതാണ്. സ്റ്റെപ്പിന് അലവിലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. അതും ടച്ച് സ്ക്രീന്, ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന്, ലെതർ സീറ്റ് കവർ. XV പ്രീമിയം ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും വരും. ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, അതുപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾ വരും, റിയർ AC വെന്റ് വരും, മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കല് കാര്യങ്ങളൊക്കെ വരും. റീപ്ലേസ് വണ്ടിയുമല്ല. ഡീസലിന് 24 to 22 കിലോമീറ്റർ മൈലേജും കിട്ടും. സെഡാൻ ടൈപ്പ് വാഹനമാണ്. ഈ ഒരു വാഹനം നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 14 മോഡല് 15 രജിസ്റ്റർ വരുന്ന ഒറിജിനൽ കേരള സണ്ണി കൊടുക്കാം. 3,20,000 വരെ 3 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം. ഒരു 25,000 രൂപ മുടക്കിൽ ഈ ഒരു വാഹനം അടിപൊളി മൈലേജ് ഉള്ള അടിപൊളി വോക്സ്വാഗന്റെ വെന്റല്ലേ? അതെ, നല്ല ലക്ഷറി വണ്ടി. 2017 മോഡല്. 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഹൈലൈൻ അല്ല കേട്ടോ. അതിന്റെ തൊട്ട് താഴെ വരുന്ന കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തിട്ട് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ട് 6,60,000 വരെ ലോണും കിട്ടും. മാക്സിമം 1 ലക്ഷം വരെ ക്യാഷ് ബാക്ക്. 1 ലക്ഷം വരെ ക്യാഷ് ബാക്കിൽ വണ്ടി കൊടുക്കാൻ പറ്റും. 2017 മോഡല് 17 മോഡൽ വണ്ടി. 17 മോഡൽ വണ്ടി അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലിന് എന്തായാലും മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ. നല്ല അടിപൊളി വണ്ടി അല്ലേ? അതെ. നല്ല ഇത് ജീട്ടിന്റെ എഞ്ചിനാ വരുന്നത്. അതെ, 1.6 വരുന്ന ജീട്ടിന്റെ എഞ്ചിനാ വരുന്നത്. ഡീസൽ എഞ്ചിനാ വരുന്ന. അപ്പൊ ജീട്ടി തന്നെയാണ്. അതെ. അടുത്തോണ്ടല്ല അടിപൊളി ബൊലേറോ അല്ലെ? ഒരേ കായ്ക്കാൻ കൊടുക്കാൻ അടിപൊളി ഫിറ്റിംഗ്സ് ഉള്ള ബൊലേറോ. 2006 മോഡല് ബൊലേറോ. പുതിയ ഇൻഷുറൻസ്, 4 പുത്തൻ ടയർ. കടുപുത്തൻ ടയർ. ഏതാ ടയർ? അതെ, അതും അടിപൊളി ക്വാളിറ്റി. 2.5 ലക്ഷം രൂപ കൊടുക്കാം. വെറും 2.5 ലക്ഷം രൂപ കൊടുക്കാം ബൊലേറോ. അതും നല്ല അടിപൊളി വാഹനം. DI ടെർബോ ആണ്. AC പവർ സ്റ്റാരിംഗ് വരുന്ന വാഹനമാണ്. നിലവില് ഈ മുള്ളു പോലും പോയിട്ടില്ല. ടയർ നോക്കി, ടയറിന്റെ മുള്ളു വരെ പോയിട്ടില്ല. ആ മുള്ളു വരെ ഉണ്ട്. അലവിയില് കാര്യങ്ങൾ, ടയർ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഓടിക്കണ പറഞ്ഞിട്ടില്ലല്ലോ. ഓടിക്കണ പറയാനില്ലല്ലോ. ഓട്ടം കറക്റ്റ് പറയാൻ പറ്റില്ല. 2,03,000 കിലോമീറ്റർ ഓടിയുണ്ട്. മീറ്റർ 6 മോഡൽ 2,03,000 കിലോമീറ്റർ ഓടി. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിവറും കാര്യങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി ലിവറും കാര്യങ്ങളൊക്കെ, ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഓണർഷിപ്പ് ഒന്നും നമ്മളങ്ങനെ
പേപ്പറൊക്കെ റെഡി ആണല്ലോ, പേപ്പറൊക്കെ ഫുൾ ക്ലിയർ ആണ്, ഫുൾ ക്ലിയറിലാണ്. അധികം മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല, കസ്റ്റമർക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മല കയറാൻ പറ്റിയ വണ്ടിയാണല്ലേ, പറ്റും ധൈര്യമായിട്ട് എങ്ങോട്ടും കയറാൻ. 2.5 ലക്ഷം രൂപ അടിപൊളി ബൊലേറോ കൊടുക്കാം, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. 2.5 ലക്ഷം രൂപ, വെറും 2.5 ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ വണ്ടിയല്ല. അതെ, അടുത്തോണ്ടല്ല അടിപൊളി ടവേര അല്ലേ, 7 സീറ്റ് വണ്ടി. 1.5 ലക്ഷം രൂപയ്ക്ക് 2007 ടവേര കൊടുക്കും. വെറും 1.5 ലക്ഷം രൂപ കൊടുക്കാം. ഇജാതി പണിയെടുപ്പിച്ച വണ്ടികളൊന്നും ബോഡി ഷേപ്പ് കണ്ടോളി, പുതിയ പുതിയ പെയിന്റിങ്, പുതിയ ടയർ, പുതിയ ബാറ്ററി, പുതിയ സീറ്റ് കവർ, പുതിയ ഫ്ലോർ മാറ്റ്, പുതിയ ഇൻഷുറൻസ്, എല്ലാം പുതിയത്. 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടിന് കൊണ്ടുപോയി. എത്ര മോഡലാണ്? 2007 മോഡല്. അത് പേപ്പറും പുതിയത്, 27 ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്, 2026 വരെ ഇൻഷുറൻസ് ഉണ്ട്. ടയറും 4 അത്യാവശ്യം പുതിയത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഇപ്പൊ അതും പുതിയത് മാറ്റി, 24 ഫുൾ പെയിന്റിങ് 30,000 രൂപ കൊടുത്ത് ഫുൾ പെയിന്റിങ് അടിച്ചപ്പോ ചെറിയ ക്രാക്ക് ഉണ്ടായിട്ട് മാറിയതാണ്. വേറെ ബോണ്ടും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. വണ്ടി നല്ല ബോഡി ഷേപ്പ്, നല്ല 1.5 ലക്ഷം രൂപയ്ക്ക് 2007 വണ്ടി കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. 10 പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. കസ്റ്റമർ ഇനി വണ്ടി ഇല്ല എന്നുള്ള പരാതി പറയില്ല, അത്ര ഗ്യാരണ്ടി. അടുത്തോണ്ടല്ല അടിപൊളി ഫോർച്യൂണർ 4x4 ഉണ്ട്, 4x4 മാനുവല്, 5 കൊല്ലത്തെ പുതിയ പേപ്പറിൽ, 5 വർഷം പേപ്പർ ഉണ്ട്. 2030 വരെ ഇനി ഒരു പേടിയും പേടിക്കണ്ട. 30 വരെ പുതിയ പേപ്പറിൽ ന്യൂ മോഡൽ ആക്കി 2 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ കൊടുക്കാം, വെറും 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഇനി വേണമെങ്കിൽ ലോൺ ഉള്ള പാർട്ടികളാണെങ്കിൽ ഒരു 3 to 4 ലക്ഷം വരെ ലോണും ചെയ്യാം, മാക്സിമം ലോൺ ചെയ്യാം. ഈ 2009 ഫോർച്യൂണർ എന്നൊക്കെ പറയുമ്പോ അത്രയും കൊല്ലായി, അതുകൊണ്ടാണ് ഈ 50% ലോൺ കിട്ടുള്ളൂ. 8.5 ലക്ഷം വണ്ടിയുടെ റേറ്റ്, 4 ലക്ഷം 4.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 2 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള വാഹനമാണ്. 2 ലക്ഷം 10,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 2.10, അതിൽ 2.10 ഹിസ്റ്ററി ഉണ്ട്, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ അതെ, ടച്ച് സ്ക്രീന് കാര്യങ്ങളുണ്ട്, ടയറും കാര്യങ്ങളും ഇപ്പൊ ടെസ്റ്റ് എടുത്ത് വന്നിട്ടുള്ളൂ വണ്ടി. 5 കൊല്ലത്തേക്ക് ഇനി 2030 വരെ ഒന്നും നോക്കണ്ട, നോക്കന്നെ വേണ്ട. ഓടിച്ച കസ്റ്റമർ എണ്ണടിച്ച് ഓടിയാൽ മാത്രം മതി. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ്, ഡീസൽ 10 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. അത്തോട്ടുള്ളൂ. 10 കിലോമീറ്റർ മൈലേജ് ഫോർച്യൂണറിനും അത് എന്തായാലും ഉണ്ടാവും. 4 വീൽ ഇട്ട് പോകുമ്പോ ഒരു 7 to 8 ആ റേഞ്ചിൽ കിട്ടും. 4 വീലിൽ ഇട്ട് പോകുമ്പോ. ഇതിപ്പോ ലോണ് കയറുമോ? ലോണ് നമുക്ക് ഒരു പകുതി എമൗണ്ട് ലോൺ വാങ്ങിച്ചു കൊടുക്കാം. എന്തായാലും കയറും. 8 ഇപ്പോ ഏകദേശം ഒരു 4 ലക്ഷം രൂപ, 4.5 ലക്ഷം വരെ ലോൺ ചെയ്യാം, മാക്സിമം കയറും. അടുത്തോണ്ടല്ല അടിപൊളി ടിയാഗോല ചോപ്പ് കളർ, ടിഗോർ, അതും ഡീസലില് 27 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വരുന്ന XZA പ്ലസ് വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 5 പുത്തൻ ടയർ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാണ്ടാവും, പമ്പറിന്റെ മൂലയിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട്. 90,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ്, ഫുൾ കമ്പനി ഹിസ്റ്ററി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 പുത്തൻ ടയർ ഉണ്ട്. സ്റ്റെപ്പിന് എടുത്തിട്ട് തന്നെയല്ല, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്. വണ്ടിയിൽ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. കടുപുത്തൻ ടയറും ഉണ്ട്. അത് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. 8487 നമ്പർ, ഫാൻസി ആണ്. ഇനിയിപ്പോ ഈ വാഹനം നിങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ 4,80,000 രൂപയുടെ വണ്ടിയുടെ റേറ്റ് 5 ലക്ഷം വരെ ലോൺ കിട്ടും. ലോൺ കയറും. 20,000 ക്യാഷ് ബാക്കിൽ വണ്ടി എടുക്കണവർക്ക് ഇനി 2-3 വട്ടം EMI എടുക്കാനുള്ള പൈസയും കൂടി കൊടുക്കും. എന്തിനാ നിങ്ങൾ സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, റീപ്ലേസ് ഇല്ല, ഹിസ്റ്ററി അവൈലബിൾ, A to Z സർവീസ്, 4 പുത്തൻ ടയർ, പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ് എല്ലാം. ഇനി ഈ വാഹനം 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5 സ്റ്റാർ. ഈ വണ്ടി ഇനി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇനി ആരാ കൊണ്ടുപോയി ചോദിച്ചു നോക്കി. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് മുഴുവനും. ധൈര്യപ്പെട്ടെടുത്തോളൂ. ഒക്കെ സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് ഹിസ്റ്ററിക്കുള്ള വാഹനം. എല്ലാ വണ്ടിന്റെ ഹിസ്റ്ററി ആണെങ്കിൽ പെയ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. PDF ആയിട്ട് വണ്ടി ഇറങ്ങിയത് മുതലുള്ള സർവ്വ വണ്ടിയുടെ ഹിസ്റ്ററി നമുക്ക് വേറെ കൊടുക്കും ചെയ്യാം, പെയ്ഡ് ആയിട്ട് കൊടുക്കാം. ഡീസൽ 27 കിലോമീറ്റർ മൈലേജ് ഉള്ള കമ്പനി പറയുന്ന വണ്ടി 25 കിലോമീറ്റർ നമുക്ക് പോകുന്നപ്പോ കിട്ടിയിട്ടുണ്ട്. നമ്മള് സുഖമായിട്ട് നല്ല രീതിയിൽ എക്കണോമി ഇട്ട് ഓടിക്കുകയാണെങ്കിൽ എക്കോ മോഡ് ഒക്കെ ഉണ്ട്. ഇതിൽ എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, സിറ്റി മോഡ് ഒക്കെ ഉണ്ട്. എക്കോ മോഡ് ഇട്ട് ഓടുകയാണെങ്കിൽ 27 കിലോമീറ്റർ കൺഫേം ആയിട്ട് കിട്ടും. സിറ്റി ഡ്രൈവിൽ ഇട്ട് ഓടിച്ചിട്ട് തന്നെ നമുക്ക് 25 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കണ്ടപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുകണം.